പ്രമോദ് രാമൻ ചേരുന്നുണ്ട്. പ്രമോദ്, എന്ത് സംഭവിക്കുന്നു LDF-ൽ? എന്തൊരു നിലപാടാണ് CPI എടുത്തിരിക്കുന്നത്? ധന്യ, LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാരിന്റെ ഒന്നാം ഊഴവും രണ്ടാം ഊഴവും കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇത് എന്ന് പറയാം. കാരണം ഇതുപോലൊരു ഭരണ മുന്നണിക്കകത്തൊരു പ്രശ്നം കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് പൂർത്തിയാക്കി, രണ്ടാം പിണറായി മന്ത്രിസഭയും പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോകുന്ന ഘട്ടത്തിലാണ്. അതിനു മുമ്പായി ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഘട്ടത്തിലാണ് ഇത് ഉണ്ടാകുന്നത് എന്നതടക്കം വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് നമ്മൾ കാണേണ്ടി വരും. CPIയെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് ബിനോയ് വിശ്വം വളരെ ക്ലാരിഫിക്കേഷനോടുകൂടി പറഞ്ഞത്. അത് മാത്രമാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഞങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അതിനാൽ തന്നെ തുടർ നടപടി എന്താണ് എന്നത് സംബന്ധിച്ച് വൈകാതെ നിങ്ങളെ അറിയിക്കും. ഇത് അവരുടെ ഒരു ശീലമാണ്, ശൈലിയാണ് ധന്യ. അതുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത് മറ്റൊരു തരത്തിലും, അതായത് ഇതിലെടുക്കാവുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്ന നിലയിലേക്ക് പോകുന്നത്. ഇതിന്റെ അർത്ഥം, ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പം മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു ആബ്സെൻസ് മാത്രമല്ല. മന്ത്രിമാർ ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമാകുന്നില്ല എന്ന് വെച്ചാൽ, കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമാകാതിരിക്കുക എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾക്ക് LDF-ലെ CPI മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല. അവർക്ക് അവരുടേതായ നിലയിലുള്ള വകുപ്പുകളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രമേ അവർക്ക് ബാധ്യതയുണ്ടാകുന്നുള്ളൂ എന്നതാണ്. അങ്ങനെ ഒരു മന്ത്രിസഭയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു മന്ത്രിസഭ പ്രവർത്തിച്ചാൽ അത് ഗവർണറുടെ അനിഷ്ടത്തിന് പാത്രമാവുകയില്ലേ? അങ്ങനെ മന്ത്രിസഭ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഗവർണറോട് അത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നില്ലേ? കാരണം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ നിയമിക്കുന്നത് ഗവർണറാണ്. കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലിന് ആ വഴിക്ക്, ഗവർണറുടെ വഴിക്ക് സാധ്യത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടായില്ല. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യവും. പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലമായി ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന പോലെയല്ല.